ശ്രീകാന്ത് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയുന്നുണ്ട്, വർഷ നമ്മൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയല്ല പ്രഗ്നൻ്റ് ആയ കാര്യം പറയാതിരുന്നത്, എങ്ങനെയെങ്കിലും നമ്മളറിയാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും സച്ചിക്കും രേവതിക്കും ഒരുപാട് വിഷമമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഇപ്പം നമ്മളെല്ലാവരും അറിഞ്ഞില്ലേ, അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി വർഷയുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് വർഷ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം. അത് കേട്ടതും വർഷയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വർഷയുടെ അടുത്ത് പോയിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുന്ന കാര്യങ്ങളും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കും, ഇവിടെ തൊട്ടി കെട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായി പറയുന്നുണ്ട്. വർഷയ്ക്കാണെങ്കിൽ ആ പറയുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെയാണ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, ഇങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത്, ഇതുവരെയും നമ്മൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, ദൈവം എന്താ നമ്മളെ കാണാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് കുഞ്ഞ് ജനിക്കാത്തത് ഈ തറയിൽ തന്നെ കിടന്ന് വളരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടായിരിക്കും ദൈവം നമ്മൾക്ക് കുഞ്ഞ് തരാത്തത്, അല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വർഷ ഇനിയെങ്ങാനും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ, ഞാൻ എന്നും അവളുടെ കൂടെ വേണം, ഞാൻ അവിടെ പോയി കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്നും അവളുടെ കൂടെ തന്നെ ഇരുന്നോ, എനിക്ക് വിഷമമൊന്നുമില്ല, അവളുടെ അടുത്ത് പോയി കിടന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ പോയിട്ട് ശ്രീകാന്തിനെ പുറത്താക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കിടക്കാം, എനിക്ക് എൻ്റെ അനിയത്തിയുടെ കിടക്കണം എന്ന് പറയുന്നു. അങ്ങനെ വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെ അത് ശരിയായിക്കോളും, പക്ഷേ പിന്നീടുള്ള ജീവിതം സന്തോഷകരമായിരിക്കും, നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വർഷം മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങൾക്കെല്ലാം ഈ കുഞ്ഞിനെ കളയൂ എന്നുള്ള ടെൻഷനിലാണ് എനിക്ക് കാവലിരിക്കുന്നത്, പക്ഷെ ഞാൻ എന്തായാലും ഈ കുഞ്ഞിനെ നശിപ്പിച്ചേ ഇരിക്കൂ എന്നവൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. സുധി മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചിയെയും ശ്രീകാന്തിനെയും വിളിച്ചപ്പോൾ അവർ പോകാത്തതിൻ്റെ പേരിൽ ടെറസിൻ്റെ മേലെ കയറിയിട്ട് ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയാണ്. അവൻ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഭാര്യയും പിണങ്ങിപ്പോയി, ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി, എനിക്ക് മാത്രം ആരുമില്ല, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.